ഹലോ ഗൈസ്, ഈ ആഴ്ച നമുക്ക് വൺ പീസിന്റെ ഒരു ചാപ്റ്റർ കിട്ടിയിട്ടില്ലെങ്കിലും ഓടയുടെ ഭാഗത്തു നിന്നും ബ്രേക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്പോയിലേഴ്സ് കുറെ നേരത്തെ വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിനും വേണ്ടിയുള്ള ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് കൊണ്ട് നമ്മളിപ്പോൾ 5000 സബ്സ്ക്രൈബേഴ്സിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടും അതിന് വലിയൊരു നന്ദിയുണ്ട്. ഇനി അങ്ങോട്ട് ഇതേപോലെ തന്നെ സപ്പോർട്ട് തരിക. സോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ പേര് ഓപ്പോസിറ്റ് എന്നാണ്. ലോക്കിയും റാഗ്നറും തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ് കാണിക്കുന്നത്. ആ ലെജൻഡറി ഡെവിൾ ഫ്രൂട്ട് ഇതുവരെ ആരും തന്നെ കഴിച്ചിട്ടില്ല എന്ന് ഹരാൾഡ് പറയുന്നുണ്ട്. കാര്യം റാഗ്നർ അതിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്യുന്ന വൃത്തിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റൂ. ഈ ഇമ്മോർട്ടലായിട്ടുള്ള നൈറ്റ്സിനെ എങ്ങനെ പരിക്കേൽപ്പിക്കണമെന്ന് ഗബാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ അറ്റാക്കിൽ കോൺകൊറേറ്റ്സ് ആക്കി വെച്ചിട്ട് കോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഗോഡ് വാലിയിൽ വെച്ച് ഗാർപ്പും റോജറും റോക്സിനെ അറ്റാക്ക് ചെയ്ത രീതി. ഇങ്ങനെ ഒരു തവണയൊന്നും അറ്റാക്ക് ചെയ്താൽ പോരാ, തുടരെ അവരെ അറ്റാക്ക് ചെയ്ത് നിലം പരിശാക്കണമെന്നാണ് ഗബാൻ പറയുന്നത്. ഈ ട്രിക്കൊക്കെ ഗബാൻ അറിയാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാങ്സ് ഇവരുടെ ക്രൂവിൽ ഉണ്ടായിരുന്നപ്പോൾ ഷാങ്സിനെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് കുറെ ഹോളി നൈറ്റ്സ് വരുമായിരുന്നു. അവരെയൊക്കെ റോജർ പൈറേറ്റ്സ് ഇതുപോലെ അടിച്ചോടിച്ചു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ലോക്കി റാഗ്നറും തമ്മിലുള്ള ഫൈറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ അവര് തളർന്ന് നിർത്തുന്നു. ലോക്കിയുടെ കയ്യിലിരുന്ന ഹാമർ തകർന്നു പോകുന്നു. റാഗ്നർ ആണെങ്കിൽ ഇപ്പോൾ ക്യൂട്ടായിട്ടുള്ള ഒരു അണ്ണാനായിട്ട് ട്രാൻസ്ഫോം ആവുകയാണ്. ഈ അണ്ണാൻ ഇപ്പോൾ ലോക്കി വെറുത്തിയാണെന്ന് കണ്ടിട്ട് അവനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ ഡെവിൾ ഫ്രൂട്ട് ചെസ്റ്റ് തുറന്നു കൊടുക്കുന്നു. ലോക്കി അത് കഴിക്കുന്നു. ലോക്കിയുടെ കൈ ഇപ്പോൾ ഈ ചെന്നായ്ക്കളുടേതുപോലെ നഖമൊക്കെ ഉള്ളതായിട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഫുള്ളായിട്ടുള്ള ഒരു രൂപം എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു സിൽവേറ്റ് ആണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ലോക്കി ഈ ഫോമിൽ ചെന്നിട്ട് ഹരാൾഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും സിൽവേറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ റാഗ്നറും കൊണ്ട് ലോക്കി അവന്റെ ആ ഒറിജിനൽ ഫോമിൽ ഹരാൾഡിന് നേരെ ലാസ്റ്റ് അറ്റാക്ക് ചെയ്യുന്നു. കോൺകൊറേറ്റ്സ് ആക്കി കോട്ട് ചെയ്തിട്ടാണ് അവനത് ചെയ്യുന്നത്. ആ അറ്റാക്ക് ഏറ്റിട്ട് ഹരാൾഡ് ചെതറിപ്പോകുന്നു എന്നും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റാഗ്നറിന് ഇങ്ങനെ ഒരു അണ്ണാനായിട്ട് ട്രാൻസ്ഫോം ആകാൻ പറ്റുമെങ്കിൽ മേ ബി ഷാംറോക്കിന്റെ ആ സെറിബറസ് എന്ന് പറയുന്ന ആ വാളിന്റെ കൂട്ട് റാഗ്നറിനും ഡെവിൾ ഫ്രൂട്ട് എബിലിറ്റീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ എൽബാഫില് ഓട ചെയ്തു വെച്ചിരിക്കുന്ന പരിപാടി എല്ലാം നോഴ്സ് മിത്തോളജിയുമായിട്ട് കണക്ഷൻ ഉള്ളതാണെന്ന് നമുക്കറിയാമല്ലോ. സോ ഇപ്പോൾ നോഴ്സ് മിത്തോളജിയിലെ ഇതുപോലെ ഒരു അണ്ണാനുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്. അതിന്റെ പേരാണ് റാറ്ററ്റോസ്കർ. ഇപ്പോൾ ഈ റാറ്ററ്റോസ്കറിന്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നാരദന്റെ ഒക്കെ പരിപാടി പോലെയാണ്. അതായത് ഒരു മെസ്സഞ്ചറാണ്. ഈഗ്ഡ്രസിൽ മരത്തിന്റെ മുകളിലായിട്ട് താമസിക്കുന്ന പരുന്തിനും താഴെ താമസിക്കുന്ന നിധോഗ് എന്ന് പറയുന്ന ആ ഒരു ഡ്രാഗണിനും ഇടയിൽ മെസ്സേജസ് ഒക്കെ കൈമാറി അവരെ തമ്മിൽ തെളിക്കുന്നതാണ് ഈ റാറ്ററ്റോസ്കറിന്റെ പരിപാടി. അപ്പോൾ ചിലപ്പോൾ ഈ റാഗ്നർ കൺസ്യൂം ചെയ്തിരിക്കുന്നത് റാറ്ററ്റോസ്കർ ഡെവിൾ ഫ്രൂട്ട് ആയിരിക്കാം. ഇപ്പോൾ ഈ അണ്ണാന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ സ്ട്രോ ഹാർട്സ് എല്ലാം കൂടെ റസ്റ്റ് എടുക്കുന്ന ഒരു കളർ സ്പ്രെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മുമ്പ്. അതിൽ അവരുടെ ചുറ്റും കുറെ അണ്ണാന്മാരെ കാണാൻ പറ്റും. അതേപോലെ ചാപ്റ്റർ 306 കവർ പേജിൽ ലൂഫി ബോഡിയൊക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ട് പറക്കുന്ന അണ്ണാന്മാരുടെ കൂടെ പറക്കുന്ന ഒരു ചിത്രവും ഉണ്ടായിരുന്നു. സോ ഈ അണ്ണാൻ കണക്ഷൻ അടുത്ത സ്ട്രോ ഹാറ്റ് ലോക്കി ആയിരിക്കും എന്നൊരു സൂചനയായിരിക്കുമോ ഇനി? സോ ഇനിയിപ്പോൾ ലോക്കിയുടെ ഡെവിൾ ഫ്രൂട്ട് എന്തായിരിക്കും എന്നാണ് അറിയേണ്ടത്. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ ആ ഡ്രാഗൺ നിധോഗിന്റെ പവർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഈഗ്ഡ്രസിൽ മരത്തിന്റെ മുകളിലുള്ള പരുന്തിന്റെ പവർ ആയിരിക്കും. ഇതിന് രണ്ടിനും നഖമൊക്കെ ഉള്ളത് കൊണ്ട് ഏതാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അതറിയണമെങ്കിൽ ആ ഫോം മൊത്തത്തിൽ റിവീൽ ആവണം. അത് മിക്കവാറും ഈ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞിട്ട് കറന്റ്ലി എൽബാഫിലെ സൺഡർലമിൽ വെച്ച് നടക്കുന്ന ഫൈറ്റിലായിരിക്കും റിവീൽ ആവുന്നത്. അതേപോലെ തന്നെ വേറൊരു ന്യൂസും ഉണ്ട്. സോറോയും സാഞ്ചിയും ഈക്വൽസ് ആണെന്ന് ഓട കൺഫേം ചെയ്തിട്ടുണ്ട്. സാഞ്ചിയുടെ ബൗണ്ടി സോറോയേക്കാൾ താഴെയാണെങ്കിലും അവരുടെ എബിലിറ്റീസ് ഒക്കെ കട്ടയ്ക്ക് കട്ടയാണെന്നാണ് ഓട പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈ കിട്ടിയ സ്പോയിലേഴ്സ് വെച്ചിട്ട് വരാനിരിക്കുന്ന ചാപ്റ്ററും കിടിലമായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തോ. പിന്നെ വീഡിയോ ലൈക്ക്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ ചാപ്റ്റർ റിലീസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇടുന്നതായിരിക്കും. സോ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.